ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സർവനാമങ്ങളും അവയുടെ കാരകങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അതുപോലെ തന്നെ വിഭക്തികൾ 7 വിഭക്തികളുണ്ട്, അവയുടെ പ്രത്യയങ്ങളും അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് ഏതത് ശബ്ദത്തിൻ്റെ ഏതത് എന്നുള്ളത് സർവനാമ ശബ്ദമല്ലേ, ഏതത് ശബ്ദത്തിൻ്റെ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പുല്ലിംഗ ശബ്ദം വരുമ്പോൾ നോക്കിക്കോളൂ എങ്ങനെ വരുന്നെന്ന്. ഏതത് ശബ്ദ പുല്ലിംഗ, വിഭക്തി ഏകവചനം, ദ്വിവചനം, ബഹുവചനം എഴുതിയിട്ടുണ്ട്. ആദ്യ പ്രഥമ വിഭക്തി എങ്ങനെ വന്നു? ഏഷഃ, ഏതൗ, ഏതേ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ദ്വിതീയ വിഭക്തി വന്നപ്പോൾ ഏതം, ഏതൗ, ഏതാൻ. തൃതീയ വന്നപ്പോൾ ഏതേന, ഏതാഭ്യാം, ഏതൈഹി. ചതുർത്ഥി ഏതസ്മൈ, ഏതാഭ്യാം, ഏതേഭ്യഃ. പഞ്ചമി ഏതസ്മാത്, ഏതാഭ്യാം, ഏതേഭ്യഃ. ഷഷ്ഠി ഏതസ്യ, ഏതയോഃ, ഏതേഷാം. സപ്തമി ഏതസ്മിൻ, ഏതയോഃ, ഏതേഷു. ഇങ്ങനെ 7 വിഭക്തികളും വന്നു ഏത് ശബ്ദത്തിൻ്റെ പുല്ലിംഗപദം. ഇനി നമുക്കതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയൊക്കെയാണത് വരുന്നതെന്ന്. ആദ്യത്തത് പ്രഥമ വിഭക്തിയിൽ ഏഷഃ വൃക്ഷഃ അസ്തി. പ്രഥമ വരുമ്പോൾ ഏഷഹയല്ലേ, വൃക്ഷഃ എന്നുള്ളത് പുല്ലിംഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും പുല്ലിംഗം. ഏഷഃ വൃക്ഷഃ പുല്ലിംഗം. അപ്പോൾ ഏഷഃ വൃക്ഷ, ഈ വൃക്ഷം, ഇത് വൃക്ഷം അസ്ഥി ആകുന്നു. അപ്പോൾ ഇവിടെ ക്രിയ ഏതാണ്? അസ്ഥിയാണ്. അപ്പോൾ അസ്ഥി എന്നുള്ള ക്രിയയ്ക്ക് കൂടുതലും യോജിക്കുന്നത് വൃക്ഷഃ അസ്തി. ഏഷഃ വൃക്ഷഃ അസ്തി, വൃക്ഷമാണ് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴത്തേക്ക് അത് കർത്താവാണ് വൃക്ഷം എന്ന് പറയും. ഏഷഃ വൃക്ഷഃ എന്നാൽ അത് കർത്താവാണ്. അപ്പം അതിന് പ്രത്യയങ്ങളൊന്നും വരുന്നില്ല, ഒരു പ്രത്യയം വരില്ല. എന്തുകൊണ്ട്? പ്രഥമ വിഭക്തിക്ക് പ്രത്യയങ്ങളില്ല. അതെന്ന് പ്രഥമയ്ക്കർത്ഥം എന്നാണ്, അത് തന്നെയാണ്. വൃക്ഷം എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നുള്ളത് തന്നെ. അപ്പോൾ ഒരു ഇതുമില്ല. അപ്പോൾ ഏഷഃ വൃക്ഷഃ, ഇത് കർത്താവാണ്. അതുകൊണ്ട് കർത്താവാണ് ഈ ക്രിയയുമായി കൂടുതൽ യോജിക്കുന്നത്. അതുകൊണ്ട് കർത്തൃകാരകഃ. അതുകൊണ്ട് അതിനെ എന്ത് പറയും? കർത്തൃകാരകഃ. നോക്കിക്കോളൂ, കർത്തൃകാരക. പ്രഥമ വിഭക്തിക്ക് കർത്തൃകാരകമാണ് അതിൻ്റെ കാരകം. അതിന് അത് എന്നാണ് അർത്ഥം. അത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അതിന് മാറ്റമില്ല. വൃക്ഷം എന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അടുത്ത രണ്ടാമത്തെ വരുമ്പോൾ ദ്വിതീയ വിഭക്തിയിൽ വരുമ്പം ഏതം, ഏതൗ, ഏതാനാണല്ലേ. ഏതം, ഏതൗ, ഏതാൻ. അപ്പോൾ അതിൽ വരുന്ന നോക്കിക്കോളൂ. അഹം ഏതം വൃക്ഷം പശ്യാമി. അഹം, ഞാൻ, ഏതം വൃക്ഷം, ഈ വൃക്ഷത്തെ, പശ്യാമി, കാണുന്നു, ഈ വൃക്ഷത്തെ കാണുന്നു. അപ്പോൾ ഞാൻ ഈ വൃക്ഷത്തെ എന്തിനു കാണുന്നു? എന്തിനാണ് ഈ വൃക്ഷത്തെ കാണുന്നു? ഞാൻ എന്തിനെ കാണുന്നു? എന്തിനെ കാണുന്നത്? വൃക്ഷത്തെ കാണുന്നു. അപ്പം ആരേ കർമ്മമാണ് അവിടെ. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് പറയുന്നതിന് ഉത്തരം വന്നാൽ അതാണ് കർമ്മം. അപ്പോൾ ഇവിടെ ആരെ കാണുന്നു? വൃക്ഷത്തെ അല്ലേ കാണുന്നത്? ഞാൻ വൃക്ഷത്തെ അല്ലേ കാണുന്നത്? ഏത് വൃക്ഷത്തെ? ഏതം വൃക്ഷം, ഈ വൃക്ഷത്തെ. എന്തുകൊണ്ട് ഇവിടെ ഈ വൃക്ഷം ദ്വിതീയ വിഭക്തി വന്നപ്പോൾ ഏതവും ദ്വിതീയ വിഭക്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ വൃക്ഷത്തെ. അപ്പോൾ ഇതിന് രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കണം. ഏതം വൃക്ഷം, ഈ വൃക്ഷത്തെ കാണുന്നു. ആരെ കാണുന്നു? ഈ വൃക്ഷത്തെ കാണുന്നു. അപ്പോൾ ആ ക്രിയയുമായി കൂടുതൽ ബന്ധമുള്ളത് ആർക്കാണ്? കർമ്മത്തിനല്ലേ. അതുകൊണ്ട് അവിടെ കർമ്മകാരകഃ. അതുകൊണ്ടാണ് അവിടെ കർമ്മകാരകഃ. ദ്വിതീയ വിഭക്തി വന്നപ്പോൾ കർമ്മകാരകഃ. അതിൻ്റെ വിഭക്തി പ്രത്യയം അല്ലെങ്കിൽ അർത്ഥമാണ് ഏ, അതിനെ, വൃക്ഷത്തെ. മനസ്സിലായി? അതുകൊണ്ട് കർമ്മകാരകഃ. അടുത്ത് വരുന്നത് തൃതീയ വരുമ്പം ഏതേന, ഏതാഭ്യാം, ഏതൈഹിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ സഹ ഏതേന വൃക്ഷേണ ശുദ്ധം വായും പ്രാപ്നോതി. സഹ, അവൻ, ഏതേന വൃക്ഷേണ, ഈ വൃക്ഷത്താൽ, ശുദ്ധം വായു, ശുദ്ധമായ വായു, പ്രാപ്നോതി, നേടുന്നു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിയ പ്രാപ്നോതിയാണ്. കിം പ്രാപ്നോതി, എന്ത് നേടുന്നു? ശുദ്ധം വായും, ശുദ്ധമായ വായുവിനെ നേടുന്നു. അപ്പോൾ ഇവിടെ എന്തിൻ്റെ സഹായത്താലാണ് നേടുന്നത്?
ഏതേന വൃക്ഷേണ, ഈ വൃക്ഷത്തിൻ്റെ സഹായത്താൽ. ആലെന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ശുദ്ധം വായും പ്രാപ്നോതി, അത് ചെയ്യാൻ, അത് നേടാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം വേണം, അല്ലെങ്കിൽ ഒരു സാധനം വേണം, എന്തിൻ്റെയെങ്കിലും സഹായം വേണം. അതാണ് എന്ത്? വൃക്ഷേണ, ഏതേന വൃക്ഷേണ, ഈ വൃക്ഷത്തിൻ്റെ സഹായത്താൽ ഒരു ഉപകരണം വേണം. അപ്പം ശുദ്ധവായുവിനെ ലഭിക്കാൻ ഒരു ഉപകരണം വേണം. ആ ഉപകരണമാണ് എന്ത്? ഏതേന വൃക്ഷേണ, വൃക്ഷം എന്നുള്ളത്, ഈ വൃക്ഷത്തിൻ്റെ സഹായത്താൽ. അപ്പം അത് ആ വായു ഏതിലൂടെ ലഭിക്കണം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ സഹായത്താൽ ലഭിക്കണം. അപ്പോൾ അതിന് ഉപകരണമാണ് വൃക്ഷം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉപകരണമായതുകൊണ്ട്, ക്രിയയുടെ ഉപകരണമായതുകൊണ്ട് ഈ തൃതീയ വിഭക്തി എന്ത് പറയുന്നത്? കരണകാരക, കരണം ഉപകരണം, കരണകാരക, അതാണ് താണ്ട ഇവിടെ വന്നത്. തൃതീയ വിഭക്തി കരണകാരക. അതിൻ്റെ പ്രത്യയം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് ആൽ, അതിനാൽ, അതുകൊണ്ട്, ഓട്, ഊടെ എന്നൊക്കെ പറയാം. അതിൻ്റെ സഹായത്താൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഉപകരണമായി വരുന്നത്, അതുകൊണ്ട് തൃതീയ വിഭക്തി. ഇനി അടുത്തത് ചതുർത്ഥി വിഭക്തി. ചതുർത്ഥി എന്ന് പറയുമ്പോൾ ചതുർത്ഥിയുടെ എന്താ? ഏതസ്മൈ, ഏതാഭ്യാം, ഏതേഭ്യയാണ്. അപ്പോൾ ഇവിടെ സഹ ഏതസ്മൈ വൃക്ഷായ ജലം ദദാതി, ഈ വൃക്ഷത്തിനായി ജലം കൊടുക്കുന്നു, അവൻ ഈ വൃക്ഷത്തിനായി ജലം നൽകുന്നു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിയ എന്താ? ദദാതിയാണ് അല്ലേ? ദദാതി, അതായത് ദാനം കൊടുക്കുക. ദാനം അല്ലെങ്കിൽ എന്ത് നൽകുന്നു? എന്താണ് നൽകുന്നത്? ജലം നൽകുന്നു. ആർക്ക് വേണ്ടി നൽകുന്നു? ഏതസ്മൈ വൃക്ഷായ. അപ്പം ഇവിടെ ജലമാണ് അവിടുത്തെ എന്ത്? കർമ്മം ഇതാണ്, കർമ്മം ഇതാണ്, ജലം നൽകുന്നു. അപ്പോൾ ആ കർമ്മത്തെ എന്തിനോടാണ് ബന്ധിപ്പിക്കുന്നത്? എന്തിനോട് ബന്ധിപ്പിക്കണം? ഈ കർമ്മത്തെ എന്തിനോട് ബന്ധിപ്പിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് സഹയാണ്. സഹ ഏതസ്മൈ വൃക്ഷായ ജലം ദദാതി. അപ്പം ഈ സഹ എന്നുള്ള കർത്താവ് എന്തിനോട്, ആ സാധനം, അതായത് എന്തിനോട് ബന്ധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കണം. ഏതിനോട് ബന്ധിപ്പിക്കണം? ഏതസ്മൈ വൃക്ഷായ. എവിടെ നിന്നാണ് കൊണ്ടുവരുന്ന ജലം? ഏതിനു വേണ്ടിയിട്ടാണ്? ഏതസ്മൈ വൃക്ഷായ ആണ് കൊടുക്കുന്നത്, ജലം കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ? ചതുർത്ഥി വിഭക്തിക്ക് എന്ത് പറയുന്നു? നൽകുക എന്നുള്ള അർത്ഥത്തിൽ സമ്പ്രദാനകാരക, നൽകുക എന്ന അർത്ഥത്തിൽ സമ്പ്രദാനകാരക. ചതുർത്ഥി വിഭക്തിക്ക് സമ്പ്രദാനകാരക, അതിൻ്റെ വിഭക്തിയുടെ അർത്ഥമാണ് ആയിക്കൊണ്ട്, അതിലേക്ക്, വേണ്ടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ദാനം നൽകുക എന്നുള്ള അർത്ഥത്തിലാണ്. ദാനം നൽകുക, അപ്പം ജലമാണ് ദാനമായിട്ട് നൽകുന്നത് അല്ലേ? അപ്പോൾ ആ ദാനം നൽകുന്നത് ആ കർമ്മത്തെ എന്തിനോട് ബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? കർത്താവാണ്. അപ്പോൾ ആ കർത്താവ് ആഗ്രഹിക്കുന്നു, അതാണ് സമ്പ്രദാനകാരകം. അതുകൊണ്ടാണ് ഇവിടെ സമ്പ്രദാനകാരകം വന്നത്. അടുത്ത പഞ്ചമി ഏതസ്മാത് ഏതാഭ്യാം ഏതേഭ്യയാണ്. അപ്പോൾ അതങ്ങനെ വരും. സഹ ഏതസ്മാത് വൃക്ഷാത് പതതി, സഹ ഏതസ്മാത് വൃക്ഷാത് പതതി. ഇവിടെ ഒരു വസ്തുവിൻ്റെ അകൽച്ച മാറ്റുക അല്ലെങ്കിൽ നീക്കുക, എടുത്തു കളയുക എന്നുള്ളൊക്കെ അർത്ഥത്തിലാണ് വരുന്നത്. ഇവിടെ ഏതസ്മാത് വൃക്ഷാത് പതതി, വീഴുന്നു എന്നുള്ളതാണ് ക്രിയ. ഏതിൽ നിന്ന് വീഴുന്നു? ഏതസ്മാത് വൃക്ഷാത്, ഈ വൃക്ഷത്തിൽ നിന്നും. വൃക്ഷാത്ത് എന്നുള്ളത് പഞ്ചമി, അതുകൊണ്ട് സർവനാമമായ ഏതത് ശബ്ദവും ഏതസ്മാത് പഞ്ചമി തന്നെ വരണം. അപ്പം ഏതസ്മാത് വൃക്ഷാത് പതതി, ഇവിടെ ഒരു വസ്തുവിൻ്റെ അകൽച്ചയാണ് കാണിക്കുന്നത്, അതായത് എടുത്തു മാറ്റുക എന്നൊക്കെ. അപ്പോൾ ഏതിൽ നിന്ന് എടുത്തു മാറ്റുന്നു? ഈ വൃക്ഷത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. വൃക്ഷാത്ത് പതതി, വൃക്ഷത്തിൽ നിന്ന് വീഴുകയാണ് അല്ലേ? വീഴുക എന്ന് പറഞ്ഞാൽ കളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് കാരകം വന്നു? പഞ്ചമി അപാദാനകാരകം, അതിൽ നിന്ന് എടുത്തു മാറ്റുക, അതിൽ നിന്ന്, അതിനേക്കാൾ എന്നൊക്കെയുള്ള അർത്ഥം അല്ലെങ്കിൽ പ്രത്യയം വരുന്നു. അതിൽ നിന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ, അതാണ് അപാദാനകാരക. മനസ്സിലായില്ലേ? അടുത്ത് വരുന്നത് ഷഷ്ടിയാണ്. ഏതസ്യ ഏതയോഹോ ഏതേഷാം എന്നാണ്. അപ്പോൾ ഇവിടെ ഷഷ്ടിക്ക് സാധാരണയായി കാരകമില്ല. എന്താണ് കാരണം നോക്കിക്കോളൂ. ഉദാഹരണം, സഹ ഏതസ്യ വൃക്ഷസ്യ പത്രാണി പശ്യന്തി, അവൻ ഈ വൃക്ഷത്തിൻ്റെ പത്രങ്ങൾ കാണുന്നു. പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലകൾ. അപ്പോൾ ഇവിടെ പശ്യന്തി എന്താണ് കാണുന്നത്? ഇലകളെയാണ് കാണുന്നത്. പത്രാണി, ഇലകളെയാണ് കാണുന്നത്. ആര്? സഹ. അപ്പോൾ ഈ പത്രങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. പക്ഷേ ഇവിടെ
ഏതസ്യ വൃക്ഷസ്യ എന്നുള്ളത് ഒരു ബന്ധത്തെയാണ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ക്രിയയുമായിട്ട് അതിന് ബന്ധമില്ല. ഏതസ്യ വൃക്ഷസ്യ എന്നുള്ളത് ഒരു ബന്ധത്തെ കാണിക്കുകയാണ്. മനസ്സിലായില്ലേ? ശരിക്കും പത്രങ്ങൾ ആണ് ക്രിയയ്ക്ക് ബന്ധം. അതുകൊണ്ട് ഇത് ബന്ധത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ, അത് ഒരു കാരകമായി പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഷഷ്ടിയുടെ അർത്ഥം എന്താണ്? ഷഷ്ടിയുടെ അർത്ഥം ഇക്ക ന ഇൻ്റെ ഉടേ. അതായത് ഏതസ്യ വൃക്ഷസ്യ, ഈ വൃക്ഷത്തിൻ്റെ, ഏതസ്യയും വൃക്ഷസ്യ രണ്ടും, ഏതസ്യ വൃക്ഷസ്യ ഈ വൃക്ഷത്തിൻ്റെ. മനസ്സിലായില്ലേ? അടുത്തത് അവസാനത്തത് സപ്തമി. സഹ ഏതസ്മിൻ ഏതയോഹോ ഏതേഷു ആണ്. സഹ ഏതസ്മിൻ വൃക്ഷേ തിഷ്ഠതി. അവൻ ഈ വൃക്ഷത്തിൽ നിൽക്കുന്നു, ഈ വൃക്ഷത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തോന്നാണ്? ക്രിയയ്ക്കൊരു ഈ തിഷ്ഠതി എന്നുള്ളതിന് ആധാരമായിട്ട് അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ്? വൃക്ഷേ എന്നുള്ളതാണ്. അപ്പോൾ ഏതസ്മിൻ വൃക്ഷേ അടിസ്ഥാനം, അതായത് അതിന് അടിസ്ഥാനമായിട്ടുള്ളത്, ആധാരമായിട്ടുള്ളതാണ് ഈ സപ്തമി വിഭക്തിയിൽ വരുന്ന ഏതസ്മിൻ. അപ്പോൾ ആ സപ്തമി വിഭക്തിക്ക് എന്ത് പറയുന്നു? അധികരണകാരക. അധികരണ ഇരിപ്പിടം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറയാം. അധികരണകാരക അതായത് അതിൽ നിന്ന്, പിന്നെ അർത്ഥം വരുന്നത് അതിൽ വെച്ച്. എങ്ങനെ? ഏതസ്മിൻ വൃക്ഷ, ഈ വൃക്ഷത്തിൽ നിൽക്കുന്നു, അതിൽ എന്നുള്ള അർത്ഥം വന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് പുല്ലിംഗമാണ്. ഇനി നമുക്ക് സ്ത്രീലിംഗം നോക്കാം. സ്ത്രീലിംഗത്തിൽ ഏതശബ്ദ സ്ത്രീലിംഗ രൂപാണി. സ്ത്രീലിംഗത്തിലെ രൂപം നോക്കിക്കോളൂ. പ്രഥമ ഏഷ, ഏതേ, ഏതാഹ. ദ്വിതീയ ഏതാം, ഏതേ, ഏതാഹ. തൃതീയ ഏതയാ, ഏതാഭ്യാം, ഏതാഭിഃ. ചതുർത്ഥി ഏതസ്യൈ, ഏതാഭ്യാം, ഏതാഭ്യഃ. പഞ്ചമി ഏതസ്യാഹ, ഏതാഭ്യാം, ഏതാഭ്യഃ. ഷഷ്ഠി ഏതസ്യാഹ, ഏതയോഃ, ഏതാസാം. സപ്തമി ഏതസ്യാം, ഏതയോഃ, ഏതാസു. ഇനി നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. വാക്ക് എങ്ങനെ വരുന്നു നോക്കാം. അതായത് ആദ്യത്തത് പ്രഥമ വിഭക്തി വരുമ്പോൾ ഏഷാ ലത അസ്തി. ഇത് ലതയാകുന്നു. അപ്പോൾ ഇവിടെ അസ്ഥിയാണ് അവിടുത്തെ ക്രിയ. അപ്പോൾ ക്രിയയായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ലതയാണ്. ഏഷാ ലത. ലത പ്രഥമ ആവുമ്പോൾ ഇത് എന്നുള്ളതും പ്രഥമ വിഭക്തി തന്നെ വരണം. അതാണ് ഏഷാ ലത അസ്തി. ഇത് ലതയാകുന്നു. അപ്പം ഏഷാ ലതയാണ് അവിടുത്തെ കർത്താവാണ് ഈ ക്രിയയുമായി കൂടുതൽ യോജിച്ച് വരുന്നത്. അതുകൊണ്ട് അത് കർത്തൃകാരക. അതിന് പ്രത്യേകിച്ച് വിഭക്തികളൊന്നും ഇല്ല എന്നും പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ ദ്വിതീയ വിഭക്തി ഏതാം ലതാം പശ്യ. ഈ ലതയെ നോക്കൂ. ലത എന്നുള്ളത് ദ്വിതീയ ആയതുകൊണ്ട് ഏത് ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗവും ദ്വിതീയ വിഭക്തി തന്നെ വരണം. അപ്പോൾ ഏതാം ലതാം, ഈ ലതയെ നോക്കൂ എന്നുള്ളത് ക്രിയ അല്ലേ? അതിൽ ഇവിടെ നോക്കുന്നതിന് അതായത് ഒരു കർമ്മം വേണം, ഒരു ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ഉത്തരം വേണം. ആരെ നോക്കൂ? ലതയെ നോക്കൂ, ഈ ലതയെ നോക്കൂ. അപ്പോൾ അവിടെ പിന്നെ ഒരു ഉത്തരം കിട്ടി. അത് കർമ്മമാണ്. ഏതാം ലത എന്നുള്ളത് കർമ്മമാണ്. അപ്പം കർമ്മമായിട്ടാണ് ഈ ക്രിയയ്ക്ക് ബന്ധം. അതുകൊണ്ട് ഏത് കർമ്മകാരക. ഇത് കർമ്മകാരക. അതിൻ്റെ ഇത് വരുന്നത് എങ്ങനെയാണ്? കർമ്മകാരക എന്നുള്ളതാണ് അല്ലേ? എന്നുള്ളതാണ്. അടുത്തത് തൃതീയ വന്നപ്പോൾ ഏതയാ ലതയാ വൃക്ഷ ശോഭത. ഈ ലതയാൽ വൃക്ഷം ശോഭിക്കുന്നു. വൃക്ഷം ശോഭിക്കുകയാണ്. അത് അതിനൊരു കാരണം വേണം, അല്ലെങ്കിൽ ഒരു കരണം വേണം, അല്ലെങ്കിൽ അതിനൊരു സാധനം വേണം. എന്തുകൊണ്ടാണ് വൃക്ഷം ശോഭിക്കുന്നത്? ഏതയാ ലതയാ, ഈ ലതയാൽ വൃക്ഷം ശോഭിക്കുന്നു. അതായത് വൃക്ഷത്തിൻ്റെ ഈ കരണം, അതായത് തൃതീയയ്ക്കൊരു കരണം വേണമെന്ന് പറഞ്ഞു. അതാണ് ഈ ലതയാൽ ആണ് വൃക്ഷം ശോഭിക്കുന്നത്. അപ്പോൾ ഈ ശോഭിക്കുക എന്നുള്ള ക്രിയയായിട്ട് ബന്ധമുള്ളത് എന്താണ്? ലതയാണ്. അപ്പോൾ അത് ചതുർത്ഥി വിഭക്തിയിൽ വരുന്നു. നേരത്തെ വന്നതുപോലെ തന്നെ അല്ല, അത് ചതുർത്ഥി വിഭക്തിയിൽ വരുന്നു. അത് കരണമായതുകൊണ്ട് കരണകാരക എന്ന് പറഞ്ഞു. അടുത്തത് ചതുർത്ഥി ഏതസ്യൈ ലതായൈ സഹ ഉദ്യാനം ഗതഃ. ഏതസ്യൈ ലതായൈ ലതയ്ക്കായിക്കൊണ്ട്, അതുകൊണ്ട് ഇതും എന്ത് തന്നെ വരണം?
ചതുർത്ഥി ഏകവചനം വന്നു. ഏതസ്യൈ ലത, ഈ ലതയ്ക്കായിക്കൊണ്ട് സഹ ഉദ്യാനം ഗതവാൻ, അവൻ സഹ ഉദ്യാനത്തിലേക്ക് പോയി. അപ്പം ഇവിടെ സഹയാണ് കർത്താവ് അല്ലേ. അപ്പം അവൻ ഉദ്യാനത്തിലേക്ക് പോയി. അതിൻ്റെ കാരണം അതിൻ്റെ ഇത് സഹയ്ക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ദാനം കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ആ കർമ്മത്തെ ഏതിനോടാണ് ബന്ധിക്കേണ്ടതെന്ന് ആരാ നിശ്ചയിക്കേണ്ടത്? കർത്താവാണ്. അതുപോലെ ഇവിടെ ലതയ്ക്കായിക്കൊണ്ട് വേണ്ടിയാണ് ഉദ്യാനത്തിലേക്ക് പോയത്. ഉദ്യാനത്തിലേക്ക് പോയത് അവനാണ്. എന്തിനു വേണ്ടി അല്ലേ? ഒരു സമ്പ്രദാനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏതസ്യൈ ലതായേന്ന് ചതുർത്ഥി വന്നത്. ലതയ്ക്ക് വേണ്ടി, ലതയ്ക്കായിക്കൊണ്ട്. അപ്പോൾ അവിടെ സമ്പ്രദാനം വന്നുകൊണ്ട് സമ്പ്രദാനകാരക. അപ്പോൾ അവിടെ ചതുർത്ഥി വിഭക്തി വരണം. ചതുർത്ഥി വിഭക്തിയുടെ അർത്ഥം എന്താണ്? ചതുർത്ഥി വിഭക്തിയുടേത് ആയിക്കൊണ്ട് അതിലേക്ക് വേണ്ടി എന്നൊക്കെ വരാം. അടുത്തത് പഞ്ചമി. ഏതസ്യാഹ ലതായാഹ പുഷ്പാണി പതന്തി. ഏതസ്യാഹ ലതായാഹ പുഷ്പാണി പതന്തി, പുഷ്പങ്ങൾ വീഴുന്നു. അപ്പം പുഷ്പങ്ങൾ വീഴുകയാണ്. അപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. ഏതിൽ നിന്നും? ഏതസ്യാഹ ലതായാഹ, ലതയിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏത്? പുഷ്പങ്ങളങ്ങ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോവുകയല്ലേ. അപ്പോൾ ഏതസ്യാഹയും പഞ്ചമി വരണം, ലതായാഹയും പഞ്ചമി വരണം. അത് പിന്നെ ഒരു വസ്തുവിൻ്റെ അകൽച്ചയാണ് കാണിക്കുന്നത്. പോകുമ്പോൾ പുഷ്പങ്ങൾ വീഴുകയാണ്. അപ്പോൾ അത് പഞ്ചമിയിൽ തന്നെ വരണം. അതുകൊണ്ടാണ് ഏതസ്യാഹ ലതായാഹ രണ്ടും പഞ്ചമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പഞ്ചമിയുടെ എന്താണ്? അപാദാനം. അപാദാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എടുത്തു മാറ്റുക എന്നാണ് അർത്ഥം. അപാദാനം എടുത്തു മാറ്റുക എന്നാണ് അർത്ഥം. അപ്പോൾ അപാദാനത്തിന് അതിൽ നിന്ന് അതിനേക്കാൾ എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്ത ഷഷ്ടി വന്നപ്പോൾ ഏതസ്യാഹ ലതായാഹ സൗന്ദര്യം പശ്യ, ഈ ലതയുടെ സൗന്ദര്യം നോക്കൂ. എന്ത് നോക്കൂ? സൗന്ദര്യമാണ് നോക്കാൻ പറഞ്ഞത്. ആരുടെ? അത് ഏതസ്യഹ ലതായാഹ, അത് ലതായാഹ എന്നുള്ളൊരു ബന്ധത്തെ സംബന്ധത്തെയാണ് കാണിക്കുന്നത്. അതിൻ്റെ സംബന്ധം ഇപ്പം രാമസ്യ പത്നി, അപ്പോൾ രാമൻ്റെ പത്നിയായിട്ടല്ലേ കാണിക്കുന്നത്. അതുപോലെ ഏതസ്യാഹ ലത, ഈ ലതയുടെ സൗന്ദര്യം പശ്യ. അപ്പം ഇവിടെ കാരകമില്ല, ഷഷ്ടി വിഭക്തിയാണ്, ഇൻ്റെ ഉടേ ഒക്കെയാണ്. അടുത്തത് സപ്തമി. ഏതസ്യാം ലതായാം ബഹൂനി പുഷ്പാണി സന്തി, ഈ ലതയിൽ ധാരാളം പുഷ്പങ്ങളുണ്ട്. അതെന്തോന്നാണ്? ഇപ്പോൾ കർത്താവ് പിന്നെ ഏതസ്യാം ലതായാം ബഹൂനി പുഷ്പാണി സന്തി. അപ്പോൾ ഒരു വസ്തു ഏതിലിരിക്കുന്നുവോ, ഏതിലാണ് ഇരിക്കുന്നത് അതിൻ്റെ അധികരണം വേണം. ഏതസ്യാം ലതായാം, ഈ ലതയിൽ ധാരാളം പുഷ്പങ്ങളുണ്ട്. അപ്പം പുഷ്പങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ഈ ലതയിൽ. അപ്പം അങ്ങനെ അധികരണം വരുന്നത് കൊണ്ട് ഇത് അധികരണകാരകം. ഈ അധികരണകാരകം വരുമ്പോൾ അത് അതിലിരിക്കുകയില്ലേ ഇൽ എന്നുള്ള പ്രത്യയം വരുന്നു. അടുത്തത് നമുക്ക് നപുംസകലിംഗം നോക്കാം. നപുംസകലിംഗം ഏതത് ശബ്ദത്തിൻ്റെ നപുംസകലിംഗം നോക്കൂ. ഏതത് ശബ്ദസ്യ നപുംസകലിംഗ. പ്രഥമ വന്നപ്പോൾ ഏതത്, ഏതേ, ഏതാനി. ദ്വിതീയയും അങ്ങനെ തന്നെ. ഏതത്, ഏതേ, ഏതാനി. പ്രഥമയും ദ്വിതീയം ഒരുപോലെ വന്നു. അത് ഒരു തൃതീയ മുതൽ നമുക്ക് പുല്ലിംഗത്തിൽ എങ്ങനെയാണ് പഠിച്ചത് അത് തന്നെയാണ്. പുല്ലിംഗത്തിൽ തൃതീയ എങ്ങനെ വന്നു? ഏതേന, ഏതാഭ്യാം, ഏതൈഹി. ചതുർത്ഥി ഏതസ്മൈ, ഏതാഭ്യാം, ഏതേഭ്യഃ. പഞ്ചമി ഏതസ്മാത്, ഏതാഭ്യാം, ഏതേഭ്യഃ. ഷഷ്ടി ഏതസ്യ, ഏതയോഃ, ഏതേഷാം. സപ്തമി ഏതസ്മിൻ, ഏതയോഃ, ഏതേഷു. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ആ പ്രഥമയും ദ്വിതീയം മാത്രം വ്യത്യാസം, ബാക്കിയെല്ലാം പുല്ലിംഗം പോലെയാണ്. ഏതിൽ? നപുംസകലിംഗത്തിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ആദ്യത്തത് ഏതത് പുസ്തകമസ്തി, ഇത് പുസ്തകമാകുന്നു. അപ്പോൾ അസ്ഥി അവിടുത്തെ ക്രിയ, പുസ്തകം. ഇത് പുസ്തകം. പുസ്തകം എന്തെന്നാണ്? നപുംസകലിംഗമാണ്. അതുകൊണ്ട് ഏതതും നപുംസകലിംഗം തന്നെ വരണം. അപ്പോൾ ഏതത് പുസ്തകം, ഇത് പുസ്തകമാകുന്നു. അപ്പോൾ ക്രിയയ്ക്ക് ആധാരമായിട്ടുള്ള ഏതാണ്? പുസ്തകമാണ്. ഏതത് പുസ്തകമാണ്, അത് കർത്താവാണ്. അപ്പോൾ അതുകൊണ്ട് കർത്തൃ കാരക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വിഭക്തി ഒന്നും ഇല്ലയെന്നറിയാം. രണ്ടാമത്തത് ദ്വിതീയ വിഭക്തി. അഹം ഏതത് പുസ്തകം പഠാമി, ഞാൻ ഈ പുസ്തകത്തെ പഠിക്കുന്നു, അല്ലെങ്കിൽ ഈ പുസ്തകം പഠിക്കുന്നു. ആരെ പഠിക്കുന്നു? എന്തിനെ പഠിക്കുന്നു? പുസ്തകം പഠിക്കുന്നു അല്ലേ. പുസ്തകമാണ് പഠിക്കുന്നത്, വായിക്കുന്നത്. പുസ്തകമാണ് വായിക്കുന്നത്. അപ്പം ഏതത് പുസ്തകം, ഇത് എന്താണ്? കർമ്മമാണ്. അഹമാണ് കർത്താവ്. ഇവിടെ ഇത് കർമ്മമാണ്. അപ്പം കർമ്മമായിട്ടാണ് ഈ ക്രിയയ്ക്ക് കൂടുതൽ യോജിപ്പ്. അതുകൊണ്ടത്
കർമ്മകാരക. ഈ കർമ്മകാരകം ഇങ്ങനെ വരും, വിഭക്തിയായിട്ട് വരുമ്പോൾ എന്ത് വരും? അതിന് എ എന്നുള്ള പ്രത്യയം വരുന്നു. അങ്ങനെയാണ് പുസ്തകത്തെ പഠിക്കുന്നു എന്ന് പറഞ്ഞത്. അടുത്ത തൃതീയ വന്നു. അഹം ഏതേന പുസ്തകേന ആനന്ദം പ്രാപ്നോമി. അഹം ഞാൻ ഈ പുസ്തകത്താൽ ആനന്ദം പ്രാപ്നോതി ആനന്ദം നേടുന്നു, അനുഭവിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ആനന്ദം പ്രാപ്നോതി ആനന്ദം നേടുന്നു. എങ്ങനെയാണ് ആനന്ദം നേടുന്നത്? ഏത് സാധനത്താൽ, അല്ല എങ്ങനെ, ഏത് രീതിയിലാണ്? ഒരു ഉപകരണത്താലാണ്. എന്താണ് ഉപകരണം അല്ലെങ്കിൽ സാധനം? എന്താണ്? പുസ്തകേന, പുസ്തകത്താൽ. അതുകൊണ്ട് പുസ്തകത്തെ വന്ന് ഇവിടെ എന്ത് ചെയ്യണം? തൃതീയേന വരണം. ഏതേന പുസ്തകം, ഈ പുസ്തകത്താൽ ആനന്ദം പ്രാപ്നോതി. അപ്പോൾ ഇവിടെ ക്രിയയ്ക്ക് ആധാരമായിട്ടുള്ളത് ഏതാണ്? ഒരു ഉപകരണമാണ്. ആ ഉപകരണമാണ് ഇവിടെ പുസ്തകേന എന്നുള്ളത്. അപ്പോൾ ഏതേന പുസ്തകേന അത് തൃതീയയിൽ വരണം. അതിന് എന്താ ഉപകരണമാകുമ്പോൾ കരണകാരകം അത് തൃതീയയിലാണ്. തൃതീയയുടെ അർത്ഥം എന്താ? ആൽ എന്നുള്ള അർത്ഥം. അടുത്ത ചതുർത്ഥി. അഹം ഏതസ്യൈ പുസ്തകായ ആവണം ഗച്ഛാമി. ഏതസ്യൈ പുസ്തകായ, അതായത് ഇപ്പം നേരത്തെ ഇത് പുസ്തകമായ ആവണത്തിൽ പോകുന്നു, ഞാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണ് പോണത്? ഏതസ്യൈ പുസ്തകായി, ഈ പുസ്തകത്തിനായിട്ടുണ്ട്. അപ്പം ഈ കർമ്മത്തെ ബന്ധിപ്പിക്കുകയാണിത്. ഏതസ്യൈ പുസ്തകായി. പിന്നെ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ പുസ്തകത്തിനായിക്കൊണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ആവണത്തിലേക്ക് പോകുന്നത്. അതായത് ആ കർമ്മത്തെ ഏതിനോട് ബന്ധിപ്പിക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? അഹം, ഞാൻ, കർത്താവാണ്. അപ്പം കർമ്മത്തോട് ബന്ധിപ്പിക്കുന്നത് ഏതസ്യ പുസ്തകമായ, പുസ്തകത്തിന് വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് അത് സമ്പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് സമ്പ്രദാനകാരക. അപ്പോൾ അതിന് ചതുർത്ഥി വിഭക്തി വരുന്നു. സമ്പ്രദാനമായതുകൊണ്ട് ചതുർത്ഥി വിഭക്തി വരുന്നു. ചതുർത്ഥി വിഭക്തിയുടെ പ്രത്യേകം എന്ന് പറയുന്നത് ആയിക്കൊണ്ട്, വേണ്ടി എന്നൊക്കെ. അടുത്ത പഞ്ചമി. അഹം ഏതസ്മാത് പുസ്തകാത് കിഞ്ചിത് ലിഖാമി. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് കിഞ്ചിത് കുറച്ച് എഴുതുന്നു. അപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് മാറ്റിയെടുക്കുകയാണ്. കിഞ്ചിത് ലിഖാമി, കുറച്ച് അടുത്ത് നിന്ന് മാറ്റിയെടുക്കുകയാണ്. എങ്ങനെ മാറ്റിയെടുക്കുക? കളയുക എന്നൊക്കെയുള്ള അർത്ഥം. എടുത്തു മാറ്റുക, നീക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത്. ചതുർത്ഥി വിഭക്തി വന്നിരിക്കുന്നത്. ചതുർത്ഥിയല്ല, പഞ്ചമി വിഭക്തി വന്നിരിക്കുന്നത്. ഏതസ്മാത് പുസ്തകാത് പഞ്ചമി, അതുകൊണ്ട് ഏതസ്മാതും പഞ്ചമി തന്നെ വന്നു. അങ്ങനെ എടുത്തു മാറ്റുക എന്നുള്ള അകൽച്ച, അല്ലെങ്കിൽ ഏതും എടുത്തു മാറ്റുക എന്നുള്ള രീതിയിൽ പഞ്ചമി വരുന്നത് കൊണ്ട് ഇവിടെ പഞ്ചമി വിഭക്തിയാണ്. പഞ്ചമി വിഭക്തിയുടെ അർത്ഥം അതിൽ നിന്ന് എന്നൊക്കെയുള്ള അർത്ഥം. അതുകൊണ്ട് ഇവിടെ എടുത്തു മാറ്റിയേക്കുള്ള വാക്കാണ് അപാദാനം. അതുകൊണ്ട് അപാദാനകാരകം. അടുത്ത ഷഷ്ടി. അഹം ഏതസ്യ പുസ്തകസ്യ മൂല്യം പൃച്ഛാമി. ഞാൻ ഈ പുസ്തകത്തിൻ്റെ മൂല്യം, വില ചോദിക്കുന്നു. മൂല്യം പൃച്ഛാമി, മൂല്യമാണ് ചോദിക്കുന്നത്. അപ്പം പുസ്തകസ്യ എന്നുള്ളത്, ഏതസ്യ പുസ്തകസ്യ എന്നുള്ളത് അത് ഏതിൻ്റെയെങ്കിലും സംബന്ധത്തെയാണ് കാണിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് എന്തില്ല? ക്രിയയുമായി ബന്ധമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ ബന്ധമുള്ളൂ, മൂല്യത്തിന് മാത്രമേ ബന്ധമുള്ളൂ, ഇതിന് ബന്ധമില്ല. അതുകൊണ്ട് അത് ഷഷ്ടി വിഭക്തി, അതിന് പ്രത്യേകിച്ച് കാരകവും ഇല്ല. അതിന് ഷഷ്ടി വിഭക്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇൻ്റെ ഉടക്കന. അടുത്തത് അവസാനത്തെ സപ്തമി വിഭക്തി. അഹം ഏതസ്മിൻ പുസ്തകേ കിം ലിഖിതം ഇത് ജാനാമി. ഏതസ്മിൻ പുസ്തകം, ഈ പുസ്തകത്തിൽ കിം ലിഖിതം, എന്ത് എഴുതിയിരിക്കുന്നു, ഇത് ജാനാമി എന്ന് എനിക്കറിയാം. അപ്പോൾ ആ പുസ്തകത്തിൽ, അതിൽ ഇൽ എന്നുള്ളൊരിത് വന്നില്ലേ? പുസ്തകത്തിൽ ഏതസ്മിൻ പുസ്തകേ കിം ലിഖിതം എന്തെഴുതി, അത് അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നെ അതിന് ആധാരമായിട്ട് അല്ലെങ്കിൽ ആ വസ്തു എന്തിലിരിക്കുന്നു, ഈ വസ്തു, ഈ ലിഖിതം എന്നുള്ളത് എന്തിലിരിക്കുന്നു? പുസ്തകത്തിലല്ലേ. അതുകൊണ്ട് ആധാരമായിട്ടുള്ളതായതുകൊണ്ട് അതിന് അധികരണം, അധികരണം എന്നാണ്. അധികരണം എന്ന കാരകം, അത് അധികരണകാരകത്തിൽ വിഭക്തി വരുമ്പോൾ വിഭക്തിയുടെ അർത്ഥം ഇൽ, സപ്തമി വിഭക്തിയാണ്, അതിൽ ഇൽ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഏതശബ്ദത്തിൻ്റെ 3 ലിംഗത്തിലെയും വിഭക്തികളൊക്കെ പഠിച്ചു. അതിനുമായിട്ട് ബന്ധമുള്ള കാരകം പഠിച്ചു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി ഞാൻ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.